ഹലോ, അതൊരു പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് അടിപൊളി മട്ടൺ സൂപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള കടയിൽ പോയിട്ട് കുറച്ച് മട്ടൺ മേടിച്ച് വരിക. ഒരു ഞാൻ പറയുന്ന പോലെ കുറച്ച് സാധനം ഇട്ട് ഉണ്ടാക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഏലക്ക ആഡ് ചെയ്യാം. അതായത് ഏലക്കയുടെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം. ഓക്കെ. അതായത് പണ്ടൊക്കെ മഴക്കാലമാകുമ്പോൾ വീടുകളിൽ ഉണ്ടാക്കിയിരുന്ന ഒരു സംഭവമായിരുന്നു ആട്ടിൻ സൂപ്പ്. ആടിൻ്റെ കാലും തോളലുമെല്ലാം മണിക്കൂറുകളോളം വെള്ളത്തിൽ വേവിച്ചെടുക്കുന്ന ഈ സൂപ്പ് ഒരു ഭക്ഷണം എന്നതിലുപരി മരുന്നായാണ് കഴിക്കുന്നത്. പ്രസവശേഷം ആരോഗ്യം വീണ്ടെടുക്കാനും മഴക്കാലങ്ങളിൽ വരുന്ന പനി, ചുമ, കൈകാൽ വേദന എന്നിവയ്ക്കുമെല്ലാം ഉത്തമ ഔഷധമാണ് ഏത് ഈ മട്ടൺ സൂപ്പ്. സാവധാനത്തിൽ ഈ വേവിച്ചെടുക്കുമ്പോൾ അസ്ഥികളിൽ നിന്ന് കൊളാജൻ, അമിനോ ആസിഡുകൾ, ധാതുക്കൾ, ജലാറ്റിൻ തുടങ്ങിയ പോഷകങ്ങൾ സൂപ്പിലേക്ക് ഊറിയിറങ്ങുന്നതാണ് ആട്ടിൻ സൂപ്പിനെ സ്പെഷ്യലാക്കുന്നത്. അതായത് സന്ധികളുടെ ആരോഗ്യം, ചർമ്മത്തിൻ്റെ ഇലാസ്തികത, മുടി വളർച്ച എന്നിവയെ സഹായിക്കുന്ന കൊളാജനാണ് ഇതിലെ പ്രധാന ഘടകം. ഇതിലുള്ള ജലാറ്റിൻ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. പേശികളുടെ അറ്റകുറ്റപ്പണികൾ, രോഗപ്രതിരോധ പ്രവർത്തനം, ഹോർമോൺ നിയന്ത്രണം എന്നിവയ്ക്ക് അത്യന്താപേക്ഷിതമായ അമിനോ ആസിഡുകൾ ഇത് ധാരാളമുണ്ട്. കൂടാതെ അസ്ഥികളുടെ ആരോഗ്യം, ഊർജ ഉത്പാദനം, ഹൃദയത്തിൻ്റെ പ്രവർത്തനം എന്നിവയ്ക്ക് നിർണായകമായ കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം തുടങ്ങിയ ധാതുക്കൾ ഇതിൽ വലിയ രീതിയിലുണ്ട്. നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും ആരോഗ്യപ്രദമാണ്. നിങ്ങൾ ചെയ്യുമ്പം ഇത് ഉണ്ടാക്കുന്ന നേരത്ത് അതായത് ഉയർന്ന നിലവിലുള്ള, അതായത് ഹൈ ഫ്ലെയിമിൽ നിങ്ങൾ ഒരു വിസിൽ അടുപ്പിക്കണം. എന്നിട്ട് അത് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 12 വിസിൽ അടുപ്പിക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയേ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഒരു പ്രാവശ്യം കുടിച്ചാൽ വീണ്ടും കുടിക്കാൻ തോന്നും. തണുത്ത സൂപ്പ് കുടിക്കാൻ കൊള്ളില്ല, ചൂടായി കുടിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.